ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സാലഡ് റൗണ്ടാണ്. സാലഡ് റൗണ്ട് എന്ന് പറയുമ്പം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ തന്നേക്കാം. എന്തായാലും കുക്കിംഗ് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. സാലഡ് എന്ന് പറയുമ്പം 5 തരത്തിലാണ് സാലഡ് വരിക. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാവുന്നത് ഗ്രീൻ സാലഡിൻ്റെ വെറൈറ്റിയിൽ വരും. അതിനകത്ത് വാട്ടർ ക്രെസ്സോ അല്ലെങ്കിൽ നമ്മൾ ക്യാബേജ് പോലത്തെ ലീഫി വെജിറ്റബിൾസോ അല്ലെങ്കിൽ ലീവ്സ് തന്നെ ഉറുഗുല പോലത്തെ ലീവ്സ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ലീഫുള്ള സാലഡ്സ് ഉണ്ട്. മെഡിറ്ററേനിയൻ റീജിയനിൽ അതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കൂടെ തക്കാളിയൊക്കെ വെച്ച് സെർവ് ചെയ്യും. പിന്നെയുള്ള സാലഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സാലഡാണ്. വെജിറ്റേറിയൻസിന് ചീസ് ഉള്ളതും നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ പോലുള്ള സാലഡ്സ് വരും. അതിനകത്ത് സീസർ സാലഡ്, ഇറ്റാലിയൻ സാലഡ്സ് ഒക്കെ അങ്ങനത്തെ ടൈപ്പിൽ വരും. പിന്നെ ഉള്ളത് ഫ്രൂട്ട് സാലഡാണ്. അതിനകത്ത് ഫ്രൂട്ട്സ് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ വരുന്നത് നമുക്ക് മിക്സഡ്, അപ്പോൾ അതായത് ഫ്രൂട്ടും വെജിറ്റബിളും മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് റൂളും കൂടെ പറഞ്ഞുതരാം. നമുക്ക് സാലഡിന് എപ്പോഴും ഒരു സാലഡ് ഡ്രസ്സിങ് വരും. ഡ്രസ്സിങ് ഉണ്ടെങ്കിലേ അത് സാലഡ് ആവുന്നുള്ളൂ. അപ്പോൾ അതിന് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വിനീഗറേറ്റാണ്. വിനീഗറേറ്റിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്ട് ഓയിൽ ഉണ്ടെങ്കിൽ 1 പാർട്ട് വൈറ്റ് വൈൻ വിനീഗർ, അല്ലെങ്കിൽ ബൾസാമിക് വിനീഗർ, അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ, അല്ലെങ്കിൽ റെഡ് വൈൻ വിനീഗർ. ഇങ്ങനെ വിനീഗറിൻ്റെ ടൈപ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോന്നിൻ്റെയും ടേസ്റ്റ് വേറെ വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് വൈൻ വിനീഗറിലുള്ളൊരു വിനീഗറേറ്റാണ്. സോ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് എന്താണ്? ഗ്രിൽഡ് വാട്ടർമെലൻ സാലഡ്. ഗ്രിൽ വാട്ടർമെലൻ സാലഡ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളത് വാട്ടർമെലൻ വേണം, ക്യൂക്കമ്പർ വേണം, ഫെറ്റ ചീസ് വേണം പ്രോട്ടീനിന് വേണ്ടിയിട്ട്. സോ ഇതൊരു മിക്സഡ് സാലഡിൻ്റെ വെറൈറ്റിയിൽ വരിക. പിന്നെ വിനീഗറേറ്റിന് വേണ്ടിയിട്ടുള്ള സവാള ഉണ്ടാവും. പിന്നെ ആ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നട്ട്സ് ഉണ്ടാവും, പൊടിച്ച നട്ട്സ് ഉണ്ടാവും. പിന്നെ വിനീഗറേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് വൈൻ വിനീഗർ, ഓലിവ് ഓയിൽ, കുറച്ച് ഓറിഗാനോ, കുറച്ച് ബേസിൽ, പിന്നെ 1 സ്പൂൺ ഡീജോൺ മസ്റ്റേർഡാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണ മസ്റ്റേർഡ് യൂസ് ചെയ്യുന്നു. കുറച്ച് ഡിൽ, കുറച്ച് പുതിന. ഇതിനെ നമ്മൾ ആ ഓയിൽ വിനീഗർ മിക്സിൻ്റെ ആ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പം വി ഗെറ്റ് എ ഡ്രസ്സിങ് ഓയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ സാലഡ് തുടങ്ങാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് വാട്ടർമെലൻ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അതൊരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വാട്ടർമെലൻ വെച്ച് കൊടുക്കുക. ഇതെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വാട്ടർമെലന് അതിൻ്റെ സ്വീറ്റ്നെസ് കുറച്ചുകൂടെ കൂടും. വാട്ടർമെലൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട് ഷുഗർ ഉണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് ഷുഗറിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം വാട്ടർമെലന് കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ടേസ്റ്റ്. സാധാരണ നമുക്ക് വാട്ടർമെലൻ കഴിക്കുമ്പം നമുക്ക് നോർമൽ വെള്ളം കൂടുതലും മധുരം കുറവുമായിട്ടുള്ളതായിട്ട് തോന്നും. അത് എപ്പോഴാണോ നമ്മൾ അതിനെ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത് പല സ്ഥലത്തും ഇപ്പോൾ പൈനാപ്പിൾ ഫ്ലാംബേ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എന്തെങ്കിലും ഒരു ആൽക്കഹോളിൽ പെർട്ടിക്കുലറായിട്ട് ഷുഗർ സിറപ്പിലുള്ള പൈനാപ്പിളിനെ തീ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അതിനെ ഫ്ലാംബേ എന്ന് പറയും. അതുപോലെ ഇത് ഗ്രില്ലിംഗ് ടെക്നിക്കിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ തവ യൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ചാർ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. എപ്പോഴെങ്കിലും ബാർബിക്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർമെലൻ ബാർബിക്യൂ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെ എല്ലാം പറഞ്ഞതുപോലെ. അല്ല, ഇന്ന് ഏട്ടനൊരു പ്രത്യേകതയൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾ വെറൈറ്റിയിലാണ് ഏട്ടൻ ഇന്ന് വന്നത്. കണ്ട താടിയൊക്കെ അങ്ങ് പിന്നിയിട്ട് വേറൊരു ലുക്കിലാണ് വന്നത് അല്ലേ? ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പം ഇതിങ്ങനെ കരിഞ്ഞു വരണോ അല്ല ജസ്റ്റ് ഗ്രില്ലുണ്ടെങ്കിൽ നമുക്ക് ഗ്രിൽ ലൈൻസ് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. ഇതിപ്പോൾ ചെറുതായിട്ട് റെഡിന്ന് ലൈറ്റ് ഓറഞ്ച് കളറാവും. അപ്പോൾ അത് കുക്കായി എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ എല്ലാം കുക്കായി. അത്രയും കുക്കായാൽ മതി. ഇനി അടുത്ത സ്ലൈസസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഇത്ര പോലെ ആവണ്ടോ? ജസ്റ്റ് അത് മാറ്റി അടുത്ത 2 സ്ലൈസും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതായി ആവണ്ടേ? ഇല്ല, അകത്ത് ആ ഷുഗർ, അതിൻ്റെ ഫ്രൂട്ട് ഷുഗർ അതിനകത്ത്. ഞങ്ങൾ സംസാരം കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ സംസാരം കൂടുതൽ വന്നാൽ ഇനി വേറെ കമൻസുകളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ അല്ലേ പിന്നെ
നിങ്ങളോട് ചോദിക്കാനാണെങ്കിൽ ഓക്കെ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്തു, ഓണം ഗംഭീരായില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണ പരിപാടികളും ഓണക്കളികളും ഓണത്തലും ഓണസദ്യയും ഇല്ലേ, അതൊക്കെയല്ലേ ചോദിക്കുന്നത്. ഓണത്തല്ല് അതിഗംഭീരമായി നടന്നു. നമ്മൾ ഒരുപാട് സമയം ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആദ്യം റെസിപ്പീസൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാത്തത്. അത് കേൾക്കുമ്പോൾ തന്നെ ബോറടിക്കുമല്ലോ, അതുകൊണ്ടാണ്. അത് ഇത്ര ചെറുങ്ങനെ വേണം, ഇത്ര വലിയ അങ്ങനെ സൈസിന്റെ ബൈറ്റ് സൈസ് സാലഡ് എപ്പോഴും ബൈറ്റ് സൈസ് ആയിരിക്കണം. നമുക്ക് കഴിക്കാൻ പറ്റണം, സ്പൂണിലെടുത്ത് കഴിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണം. സാലഡ് ഫിംഗർ ഫുഡ് ആകുമ്പോഴും നമ്മൾ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണം. നന്ന ചെറുതും ആവാൻ പാടില്ല, നന്ന വലുതും ആവാൻ പാടില്ല. നമുക്ക് കടിച്ച് തിന്നാൻ പറ്റണം, അല്ലെങ്കിൽ സൂപ്പായി പോകില്ലേ. ഇന്നൊരു പാട്ടൊക്കെ ആവാം. നമ്മൾ സംസാരം മാത്രം കുറച്ചാൽ മതി, പാട്ട് പാടണ്ടാവും ആരും പറഞ്ഞില്ല അല്ലേ. ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ ശരി പൂക്കളൊക്കെ ഉള്ളൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് പാടിയതാ. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അപ്പോൾ ചുട്ട വാട്ടർ മെലണും കൂടെ കുക്കുംബർ സ്ലൈസും ഫെറ്റയും ചേർത്ത് നമ്മൾ സാലഡ് ഉണ്ടാക്കി. സാലഡിലാണ് വിനീഗററ്റ് വേണം. സവാളയിട്ട് ഞാനൊന്നു മിക്സി, മിക്സി, പിന്നെ അവിടെ മിക്സി, ഏട്ടനും മിക്സി. നമ്മളത് മിക്സ് ചെയ്യാൻ പോകണം. കുക്കുംബർ, തണ്ണിമത്തൻ, സവാള. 38 പേരുടെ മതി. എന്തിനാ? ഞാനും എന്റെ ആളും പിന്നെ 40 പേര്, 2 പേര് വന്നു. 38 പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയി. എന്തൊക്കെ ക്ലാസ്സുകൾ അവിടെ നടക്കണേന്നാ, എന്തൊക്കെ സഹിക്കണമെന്നാ. എന്തെങ്കിലുമൊക്കെ അവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്തായി സാലഡ്? എന്തായി സാലഡ് നന്നായിട്ട് നടക്കുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാലഡിന്റെ പേരൊന്ന് പറയാമോ? ഗ്രിൽഡ് വാട്ടർമെലൺ സാലഡ്. ഗ്രിൽഡ് വാട്ടർമെലൺ സാലഡ്. എന്നാ പറ്റിയടാ? അതന്നെ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ വൈറ്റ് വൈൻ വിനീഗറേറ്റും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും. ആരാ? വൈറ്റ് വൈൻ വിനീഗറേറ്റ്. വേണ്ട, വിളിക്കട്ടെ, അതൊരു സൈഡിൽ കിടന്നോട്ടെ. അല്ല, പൊതുവെ സാലഡ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ആകെ അറിയാവുന്ന ബിരിയാണിയുടെ കൂടെ ഇട്ട മറ്റേ സവാള അരിഞ്ഞിട്ടുള്ള സാലഡ്, അല്ലെങ്കിൽ നമ്മൾ റായ്ത്ത കഴിക്കും, ഇതേ കഴിക്കാറുണ്ട്. പക്ഷേ വെസ്റ്റേൺ വേൾഡിൽ ഇത് തന്നെയാണ് ഒരു പ്രോപ്പർ മീലായിട്ട് വേണേൽ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് നമുക്ക് ആ ഒരു സ്റ്റൈലിൽ ഒരു ഗ്രിൽഡ് വാട്ടർമെലൺ സാലഡ് ആക്കാം. അതിൻ്റെ കൂടെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഫെറ്റ ചീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ടായി, ഇതായി പ്രോട്ടീനായി. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിളിന് വേണ്ടിയിട്ട് ക്യൂക്കമ്പറായി. എന്നിട്ട് അതിൻ്റെ കൂടെ നല്ലൊരു വൈറ്റ് വൈൻ വിനീഗറും. അപ്പം നല്ല ഇങ്ങനെ അങ്ങനെ ആക്കാറായോ? ഇല്ല, ആയിട്ടില്ല. ഇനി അതിന്റെ ആ ക്രീമിനെസിന് വേണ്ടി അവക്കാഡോയും കൂടെ മിക്സ് ചെയ്യും. എനിക്കാടോ ഇത് അവക്കാഡോ. എനിക്ക് തോന്നുന്നു ഡയറ്റിന്റെ ഭാഗമായിട്ടൊക്കെ കുറെ ആൾക്കാർ ഇപ്പം ഈ സാലഡ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തു തുടങ്ങി. ഡയറ്റ് എന്നല്ല, ഇതല്ലാതെ തന്നെ സാലഡ് കഴിക്കുന്നതിന്റെ പല രീതികളാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞിരുന്നു. നമുക്ക് 5 തരം സാലഡാണ് വരിക. ഈ 5 തരം സാലഡ് എന്ന് പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ് മാത്രമുള്ള സാലഡ് ഉണ്ടാവും, പ്രോട്ടീൻ മാത്രമുള്ള സാലഡ് ഉണ്ടാവും, ചിക്കൻ സാലഡ്, സീസർ സാലഡ് പോലുള്ള, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഗ്രിൽഡ് പനീർ അല്ലെങ്കിൽ ഫെറ്റ ചീസ് പോലത്തെ സാലഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയും മോട്സറേല ചീസും കൂടെ വെച്ചിട്ട് കഴിക്കുന്നത്, അതും സാലഡായിട്ട് തന്നെ കണക്കാക്കാം. ഇത് കൂടാതെ ഫ്രൂട്ടിൻ്റെ സാലഡ് ഉണ്ടാവും, പല ഫ്രൂട്ട്സും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. അതല്ലാതെ മിക്സ്ഡ് സാലഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ്സ് വരും. അങ്ങനെ 5 തരം സാലഡ് വരുന്നതിന് പലതരം വിനീഗറേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് വൈൻ വിനീഗറേറ്റ് ആണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ അടികൂടിക്കൊണ്ട് ഞങ്ങൾ കുക്കിംഗ് ഇഷ്ടപ്പെടും. അതെ, കാരണം ഞാൻ കുക്ക് ചെയ്യണമെങ്കിൽ കരിഞ്ഞു
പുള്ളിക്കാരി കുക്ക് ചെയ്യുമ്പോൾ ഞാൻ അല്ല തീ അധികം വന്നാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ. തെറ്റല്ലല്ലോ. അല്ല അതൊരു തെറ്റല്ല. നിങ്ങൾ ഇനി അടി കൂടണം. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, എല്ലാവർക്കും അതാ വേണ്ടത്. കേട്ടില്ലേ എടുത്തോളാം. ശരി, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. വരണം. അതെന്റെ തലയാട്ട ആ തലയാട്ടയിൽ നിന്ന് എന്തോ ഇല്ലില്ല, ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് നിങ്ങളുടെ രുചിയേറിയ വിഭവത്തിന് വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ കാണാം. നല്ല വിശപ്പുണ്ട്. Thank you, പെട്ടെന്ന് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ ശരി ബൈ. വിശപ്പിന് കഴിക്കാൻ സദ്യ അല്ല ഇത്. വാ. അപ്പോൾ നമ്മൾ ഫെറ്റ ചീസ് ആഡ് ചെയ്തു. ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വിനീഗറേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വിനീഗറേറ്റ് എസെൻഷ്യലി നേരത്തെ പറഞ്ഞ പോലെ പ്രപ്പോർഷൻ ഓയിൽ ടു വിനീഗർ പ്രപ്പോർഷൻ 1:3 ആണ്. അതായത് ഒരു പാർട്ട് വിനീഗറിന് 3 പാർട്ട് ഓയിൽ. അതിൻ്റെ കൂടെ ലെമൺ ജെസ്റ്റ്, കുറച്ച് ലൈം വേണമെങ്കിൽ, പുളി വേണം എന്നുണ്ടെങ്കിൽ. പക്ഷേ വൈറ്റ് വൈൻ വിനീഗർ യൂസ് ചെയ്യുന്ന കാരണം ലെമൺ നമ്മൾ ജെസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലെമൻ്റെ തോലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പുറം തോടിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ട് അതായിരിക്കും മറ്റേ വിനീഗറേറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ഒരു നുള്ള് മസ്റ്റേർഡ് നമ്മൾ കടുക് അരച്ചതാണ്. കുറച്ച് ആ ഒരു ഹീറ്റിന് വേണ്ടി മാത്രം. ഇത് ഓറിഗാനോ, ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം. കുറച്ച് ബേസിൽ, പിന്നെ ഫ്രഷ് മിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ലെവൽ മാത്രം ആഡ് ചെയ്യുന്നത്. മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്തു. ഇനി ലെമൺ ജെസ്റ്റ് വേണം. അപ്പോൾ ഈ ചെറിയ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ജെസ്റ്റ് മാത്രം എടുക്കുകയാണ്. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ലെമൺ ജെസ്റ്റായി. ഇത്രയും മതി ആ ഒരു ലെമണിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ജെസ്റ്റ് ആഡ് ചെയ്തത്. ഇനി സോൾട്ട്, പെപ്പർ വേണം. പെപ്പർ ഇടാൻ കുറച്ച്. അപ്പോൾ നമ്മൾ ലെമൺ ജെസ്റ്റ്, മസ്റ്റേർഡ്, മിൻറ്റ്, ഓറിഗാനോ, ബേസിൽ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇനിയാണ് ആ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓലിവ് ഓയിൽ 1:3, അതാണ് 3 പാർട്ട് ഓയിലിന് 1 പാർട്ട് വിനീഗർ. അപ്പോൾ 3 പാർട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓലിവ് ഓയിൽ 150 ml യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ 150 ml എടുക്കുകയാണ്. ഇതിന് 50 ml ആണ് വിനീഗർ ആഡ് ചെയ്യുന്നത്. ഇത് വൈറ്റ് വൈൻ വിനീഗറാണ്. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗർ നമ്മൾ 50 ml ആഡ് ചെയ്യാണ്. സോ ഈ വിനീഗറേറ്റിൻ്റെ കോമ്പിനേഷൻ ഇതാണ്. ഇനി ഇതിനെ പ്രോപ്പറായിട്ടൊന്ന് വിസ്ക് ചെയ്യാൻ പോവാം. ഇങ്ങനെ വിസ്ക് ചെയ്യുമ്പം ഈ അസറ്റിക് ആസിഡും ഓയിലും കൂടെ ഇമൾസിഫൈ ആവും. അതാണ് നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് വരിക. അപ്പോൾ ഇനിയാണ് ടെസ്റ്റ്. പുളിപ്പ്, ഉപ്പ് എല്ലാം അല്ലേ. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗറേറ്റ് റെഡിയാണ്. ഇത് സാലഡിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ പുളിപ്പും ഇതിൻ്റെ ആ ഒരു വൈനിൻ്റെ ടേസ്റ്റും വാട്ടർമെലണിൻ്റെ കൂടെ ഉള്ള ആ ഒരു റോസ്റ്റ് ഫ്ലേവറും അവക്കാഡോൻ്റെ ക്രീമിനെസ്, പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഫെറ്റ ചീസ്, ദി സാലഡ് യു ഷുഡ് ട്രൈ ആൻഡ് ഹാവ്. അപ്പോൾ ഇത് ഇനി നമുക്ക് പ്ലേറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാലഡ് സെർവ് ചെയ്യുന്നതിന് അപ്പോൾ റോസ്റ്റ് വാട്ടർമെലൺ, ഫെറ്റ ചീസ്, ക്യൂക്കമ്പർ, അതിൻ്റെ കൂടെ ക്രഞ്ച്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മേളിൽ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യും. അത് യൂഷ്വലി നമുക്ക് ആ ക്രഞ്ച്നെസ്സിന് വേണ്ടി മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ സാലഡ് ബോളിൽ പിന്നെ സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമെലൺ വെള്ളം റിലീസ് ചെയ്യും.
അപ്പോൾ സാലഡ് സോഗി ആവും. അപ്പോൾ ആ സോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിനെ സെർവ് ചെയ്യുന്നത്. ടു ടോപ്പ് ഇറ്റ് അപ്പ് നമ്മൾ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാലഡ് നമ്മൾ ഡ്രസ്സിങ് നമ്മൾ ഒഴിക്കേണ്ടത് കഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. നേരത്തെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇന്ന് സാലഡിനെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. ഇത് എങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാമെന്നുള്ളത്. അതിൽ പലതരം വിനീഗർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വൈറ്റ് വൈൻ വിനീഗറാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ബൾസാമിക് വിനീഗർ യൂസ് ചെയ്യാം, ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് വൈൻ വിനീഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതിൽ ഓരോന്നിനും ഗുണങ്ങളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം അതാണ് യൂസ് ചെയ്യുന്നത്. സോ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം, അത് വിനീഗറായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വളരെ ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. അതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് കുറച്ച് ഡില്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, വിനീഗറേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് റെഡി. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗറേറ്റ് വിത്ത് റോസ്റ്റഡ് വാട്ടർമെലൺ സാലഡ്, അതിൽ അവക്കാഡോ, ഫെറ്റ ചീസ്, അതിൻ്റെ കൂടെ കുറച്ച് അനിയൻസ്, പിന്നെ നമുക്ക് വേണ്ട ടേസ്റ്റുള്ള സോൾട്ടും പെപ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി കഴിക്കാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. നിങ്ങൾ ഇത്രയും സമയം വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ഇങ്ങനെ സൈലൻ്റ് ആയത് അല്ലേ? കാര്യമായിട്ടൊന്നുമില്ല, ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആയ സ്ഥിതിക്ക് നമ്മളെ ആ പാട്ടൊന്ന് പൂർത്തിയാക്കൂ. ആ, അപ്പോൾ ഏത് പാട്ടായിരുന്നു നമ്മൾ പാടിക്കൊണ്ടിരുന്നത്? ഞാനും ഞാനും എല്ലാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം ഞാനൊന്നു നോക്കി, ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. എന്തിനു വേണ്ടി? സലാഡിന് വേണ്ടി. അമ്മേ. ഈ ഗ്ലാസിൻ്റെ പേരാണ് വൈൻ ഗോബ്ലെറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൈൻ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും, അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഇവിടെ കൈ കൊണ്ട് തൊടാൻ പാടില്ല, അതുകൊണ്ട് അതിൻ്റെ സ്റ്റെമ്മിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് വൈൻ ഗോബ്ലെറ്റ്സ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ആൽക്കഹോളിൻ്റെ കപ്പിനും അതിൻ്റെ ഓരോ ഷേപ്പിന് അർത്ഥമുണ്ട്, അത് ഓരോന്നും കഴിക്കുന്ന ഓരോ രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ വൈറ്റ് വൈൻ വിനീഗർ ആയതുകൊണ്ട് വൈൻ ഗോബ്ലെറ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. സോ റെഡി.